ആഗോളതാപനം കൂടുന്നത് പോലെയാണ് ഇന്ന് അന്തരീക്ഷത്തിൽ പ്രാർത്ഥനകളുടെ ശബ്ദം മുഖരിതമാകുന്നത്. പ്രാർത്ഥനാ ഗീതങ്ങൾ, പ്രാർത്ഥനാ യജ്ഞങ്ങൾ, പ്രാർത്ഥനാ സംഗമങ്ങൾ എന്നിങ്ങനെ പോകുന്നു അതിൻ്റെ വളർച്ച. എന്നാൽ ഈ കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം നാം ഒട്ട് പ്രാർത്ഥിക്കുകയുമില്ല. അതെങ്ങനെയാ? ആരെങ്കിലും പറഞ്ഞു കേട്ട ഓരോ മന്ത്രങ്ങൾ ഇത്ര പ്രാവശ്യം 1000 വട്ടോ 100 വട്ടോ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് മോക്ഷമാകുമെന്ന് കേട്ട് വഴി നീളെ അതും ചൊല്ലിക്കടന്ന് നടക്കുകയാണ് നമ്മൾ. ഈ അടുത്തിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ മരിച്ചയാളുടെ കയ്യിൽ പ്രാർത്ഥന എണ്ണുന്ന യന്ത്രമുണ്ടായിരുന്നു. അതൊരു വലിയ വാർത്തയാവുകയും ചെയ്തു. ദിനംപ്രതി എന്നോണം നമ്മൾ തെറ്റുകൾ ചെയ്യും, എന്നിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ, പാലിൽ വെള്ളം ചേർത്ത് വിൽക്കുകയും അതിനുശേഷം പ്രാർത്ഥിക്കുകയും പിറ്റേ ദിവസവും ഈ പാലിൽ വെള്ളം ചേർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്തിനാണ് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ അറിഞ്ഞ് ചൊല്ലുകയാണെങ്കിൽ ഒറ്റ പ്രാർത്ഥന മതി നമ്മൾ മോക്ഷത്തിലെത്താൻ. ഇത് നമ്മൾ ഓർക്കേണ്ടതാണ്.